തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വനിതാ ലീഗിന്റെ ആദ്യ സംസ്ഥാന കമ്മിറ്റി യോഗത്തെക്കുറിച്ചുള്ള കുറിപ്പ് പങ്കുവച്ചതിന് പിന്നാലെ നേരിട്ട സൈബർ അധിക്ഷേപത്തിന് മറുപടിയുമായി വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ സുഹ്റ മമ്പാട് രംഗത്തെത്തി. നിങ്ങള് 4 കമന്റിട്ടാല് മെസ്സേജില് അസഭ്യം പറഞ്ഞാല് താനങ്ങ് പേടിച്ചു പോകുമെന്ന് കരുതിയോ സൈബര് പുലികളെ എന്നാണ് സുഹ്റ മമ്പാട് ചോദിക്കുന്നത്. ഓരോ യൂത്ത് ലീഗ്, MSF പുതുതലമുറയിലെ വനിതാ ലീഗ് പ്രവർത്തകരെയും മക്കളെപ്പോലെ കണ്ടാണ് ഇന്നേവരെ താന് പ്രവർത്തിച്ചതെന്ന് സുഹ്റ മമ്പാട് പറഞ്ഞു. ആ തന്നെ തളള, അമ്മായി, കിളവി തുടങ്ങി അറയ്ക്കുന്ന പ്രയോഗങ്ങള് നടത്തുന്നതാണോ നിങ്ങള് പഠിച്ച ലീഗ് രാഷ്ട്രീയമെന്ന് അവര് ചോദിച്ചു. പേരാമ്പ്രയിലെ ഫാത്തിമ തഹ്ലിയയുടെ വിജയത്തെ പരാമർശിക്കാതെ UDF വിജയത്തെ അഭിനന്ദിച്ചായിരുന്നു സുഹ്റ മമ്പാട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത്. പിന്നാലെയാണ് ശക്തമായ സൈബർ ആക്രമണം നേരിട്ടത്. ഒരു സംസ്ഥാന കമ്മിറ്റി, 14 ജില്ലാ കമ്മിറ്റികള്, 106 മണ്ഡലം കമ്മിറ്റികള്, 500ഓളം പഞ്ചായത്ത് കമ്മിറ്റികള്, 100 കണക്കിന് യൂണിറ്റ് കമ്മിറ്റികള്, ഇത്രയും ശക്തിയും കെട്ടുറപ്പുമുള്ള മറ്റൊരു വനിതാ സംഘടന കേരളത്തിലുണ്ടെങ്കിൽ കാണിച്ചതാ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. CPIM-നോ കോൺഗ്രസിനോ കഴിയാത്തത് ലീഗിന്റെ വനിതാ സംഘടനയ്ക്കുണ്ട് എന്ന അഭിമാനത്തില് തന്നെയാണ് തലയുയർത്തി നിൽക്കുന്നത്. ഇതൊന്നും ഒരു സുപ്രഭാതത്തില് പൊട്ടിമുളച്ചതല്ല. ഞങ്ങള് കഷ്ടപ്പെട്ട് പണിയെടുത്ത് പടുത്തുയർത്തിയതാണ്. ഞങ്ങളുടെ രക്തമാണ്, വിയർപ്പാണ്. സ്ത്രീകള് മത്സരിക്കാനും പൊതുരംഗത്ത് ഇറങ്ങാനും മടിച്ചുനിന്ന കാലത്ത് ഈ പാർട്ടിയില് പ്രവർത്തിക്കാനിറങ്ങുമ്പോള് ഇതിലും വലുത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ വിമർശന കൊടുങ്കാറ്റില് പാറിയിട്ടില്ല. പിന്നല്ലേ ഈ സൈബർ ആക്രമണം മൈന സുഹ്റ മമ്പാട് പറഞ്ഞു. സുഹ്റ മമ്പാടിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം: നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കുന്നത് സൈബർ പുലികളെ? നിങ്ങൾ 4 കമന്റിട്ടാൽ മെസ്സേജിൽ അസഭ്യം പറഞ്ഞാൽ ഞാനങ്ങ് പേടിച്ചു പോകുമെന്ന് കരുതിയോ? എന്തേലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഊഹാപോഹം വച്ച് ഒരു മാന്യതയുമില്ലാതെ പ്രതികരിക്കാൻ നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ഒരു സംസ്ഥാന കമ്മിറ്റിയോഗം ചേർന്ന വളരെ പോസിറ്റീവായി രേഖപ്പെടുത്തിയ ഒരു പോസ്റ്റ് ചാനലുകൾക്ക് വരെ പാർട്ടിയെയും വനിതാ ലീഗിനെയും കൊത്തിവലിക്കാൻ പാകത്തിനിട്ടുകൊടുത്ത നിങ്ങളോട് സഹതാപമാണ്. ആർക്കെങ്കിലും സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും വിഷയത്തിലോ പാർട്ടിക്കെതിരെ ഇന്നേവരെ ഒരു പ്രസ്താവന ഞാൻ നടത്തിയിട്ടുണ്ടോ? അത് പോവട്ടെ, തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നോ എന്ന് ലീഗ് നേതാക്കളോട് ചോദിച്ചു നോക്കൂ. ആർക്കെങ്കിലും എതിരായി സോഷ്യൽ മീഡിയയിലോ നേരിട്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? പിന്നെന്തിനാണ് നിങ്ങളീ ബഹളം വെക്കുന്നത്? ഓരോ യൂത്ത് ലീഗ്, MSF പുതിയ തലമുറയിലെ വനിതാ ലീഗ് പ്രവർത്തകരെയും മക്കളെപ്പോലെ കണ്ടാണ് ഇന്നേവരെ പ്രവർത്തിച്ചിട്ടുള്ളതും പെരുമാറിയിട്ടുള്ളതും. നിങ്ങൾ അഭിസംബോധന ചെയ്ത് തള്ള, അമ്മായി, കിളവി, പിന്നെ അറക്കുന്ന പ്രയോഗങ്ങളും. ഇതാണോ നിങ്ങൾ പഠിച്ച ലീഗ് രാഷ്ട്രീയം? വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റി ചേർന്നതുമായി ബന്ധപ്പെട്ടിട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എന്തെഴുതണമെന്ന് നിങ്ങളെന്നെ പഠിപ്പിക്കാൻ വരല്ലേ? ചിലര് പറഞ്ഞു ഈ കിളവികളെ വനിതാ ലീഗിൽ നിന്ന് മാറ്റണം എന്ന്. പോയി തരത്തിൽ പോയി കളിക്കുമക്കളെ. ഒരു സംസ്ഥാന കമ്മിറ്റി, 14 ജില്ലാ കമ്മിറ്റികൾ, 106 മണ്ഡലം കമ്മിറ്റികൾ, 500ഓളം പഞ്ചായത്ത് കമ്മിറ്റികൾ, 100 കണക്കിന് യൂണിറ്റ് കമ്മിറ്റികളും കാണിച്ചതാ. ഇതുപോലെ ശക്തിയും കെട്ടുറപ്പുമുള്ള ഇത്രയും കമ്മിറ്റികളുള്ള മറ്റൊരു വനിതാ സംഘടന കേരളത്തിൽ CPM-നോ കോൺഗ്രസിനോ കഴിയാത്ത ലീഗിന്റെ വനിതാ സംഘടനക്കുണ്ട് എന്ന അഭിമാനത്തിൽ തന്നെയാണ് തല ഉയർത്തി നിൽക്കുന്നത്. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പടുത്തുയർത്തിയതാണ്. ഞങ്ങളുടെ രക്തമാണ്, വിയർപ്പാണ്. സ്ത്രീകൾ മത്സരിക്കാനും പൊതുരംഗത്ത് ഇറങ്ങാനും മടിച്ചുനിന്ന കാലത്ത് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാനിറങ്ങുമ്പോൾ ഇതിലും വലുത് നേരിട്ട് കേട്ടിട്ടുണ്ട്. ആ വിമർശന കൊടുങ്കാറ്റിൽ പാറിയിട്ടില്ല. എന്നിട്ടല്ലേ ഈ സൈബർ ആക്രമണം? വനിതാ ലീഗ് പ്രവർത്തനം സജീവമാക്കിയതിനുശേഷം രൂപീകൃതമായ യൂത്ത് ലീഗ്, MSF നേതാക്കളോട് ചോദിക്ക് വ്യക്തിപരമായി ഞാൻ എങ്ങനെയാണ് അവരോട് ഇടപഴകിയിട്ടുള്ളതെന്ന്. നിങ്ങൾ പറഞ്ഞ അസൂയ, കുശുമ്പ്, വിരോധം അങ്ങനെ എന്തെങ്കിലും ഒന്ന് അവരോട് പറയാൻ പറ. മുനീർ സാഹിബ്, TTയും TVയും, ഷാജി, സാദിഖും സുബൈറും, ഫിറോസും സമദും, അഷ്റഫലിയും, മിസ്ഹബും, നവാസും, നജാഫും വരെ അവരുടെ സഹഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, ഹരിത നേതാക്കൾ വിളിച്ച് ചോദിക്ക്. സ്നേഹത്തോടു കൂടിയല്ലാതെ അവരോടിടപെട്ട ഒരു ഇൻസിഡന്റ് പറഞ്ഞു തരാൻ പറ. അവർ നടത്തിയ മുന്നേറ്റങ്ങളിൽ, പ്രോഗ്രാമുകളിൽ, സമ്മേളനങ്ങളിൽ, സമരങ്ങളിൽ എത്രത്തോളം അവരുടെ കൂടെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ടൊരു രാത്രി കൊണ്ട് റദ്ദാക്കിക്കളയൂ എന്റെ മുൻകാല പ്രവർത്തനങ്ങൾ അത്രയും. എന്നിട്ട് അസഭ്യം ചൊരിയൂ. ഒന്നൂടെ പറഞ്ഞുവെക്കട്ടെ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചീത്ത വിളിക്കാൻ ആർക്കും പറ്റും. അത്രയ്ക്ക് ധൈര്യമുണ്ടേൽ ലീഗ് ജീവനായി കണക്കാക്കുന്നവർ മാത്രമുള്ളൊരു വീടുണ്ട്. മലപ്പുറത്തിന്റെ അറ്റത്ത് ചങ്ങരംകുളത്തിങ്ങിപ്പോന്നോളൂ. കൊർദോവ കാലത്തെ MSF നേതാക്കളോട് ചോദിച്ചാൽ കൃത്യമായി വീട്ടു പറഞ്ഞുതരും. കൂടെ കുറേ കഥകളും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത് മറിയമ്മാത്തയായിരുന്നു. മുതിർന്ന ലീഗ് നേതാക്കളോട് ചോദിച്ചു നോക്ക് ആ ശൗര്യത്തിന്റെ കഥകൾ. വനിതാ ലീഗ് ഉണ്ടാക്കി തുടങ്ങിയ കാലത്ത് CPM-ന്റെ ആക്ഷേപഹാസ്യ കഥാപ്രസംഗകർ പാട്ട് കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. തെരുവുകളിൽ അധിക്ഷേപിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ഞങ്ങളിൽ പലരെയും വേദികളിൽ നിന്നിറക്കിവിട്ടപ്പോഴും ചെറിയ നാക്കുപിഴയുടെ പേരിൽ ഖമറുത്താത്തയെ സൈബർ പുലികൾ വലിച്ചു കീറിയപ്പോഴും മൗനമായ പാർട്ടിക്കൊരു പ്രതിസന്ധി ഉണ്ടാവരുതെന്ന ഒറ്റക്കാരണത്താലാണ്.
ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മലപ്പുറം ജില്ലാ വനിതാ ലീഗ് കമ്മിറ്റി നടത്തിയ ഹജ്ജ് ക്ലാസിനെ ഒരു പക്ഷം വിവാദമാക്കിയത്. അന്നും മൗനം കൊണ്ടാണ് എതിരിട്ടത്. മറുപടിയില്ലാഞ്ഞിട്ടല്ല, പാർട്ടിക്ക് കോട്ടം തട്ടാതിരിക്കാനാണ്. നിങ്ങളൊരു രാത്രി കൊണ്ട് വിളിച്ചു തീർത്തതിലത്രയും സങ്കടമുണ്ട്. കാരണം ഓരോ സഹപ്രവർത്തകരെയും അങ്ങനെ നെഞ്ചേറ്റിയതാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലാ ലീഗ് നേതാക്കളോട് ചോദിക്കും മാസങ്ങളുടെ ഇടവേളകളിൽ എത്ര തവണ സംഘടനാ പ്രവർത്തനവുമായി വരാറുണ്ടെന്ന്. ആളും ബഹളവുമില്ലാത്ത തെക്കൻ ജില്ലകളിലും മലബാറിൽ അനേകായിരങ്ങളെ സാക്ഷിയാക്കിയും ഉറച്ച ശബ്ദത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അനേകം തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ചും പ്രവർത്തിപ്പിച്ചും തന്നെയാണ് ഇവിടെ വരെ എത്തിയത്. മലപ്പുറം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തിരി പോന്ന ഒരു കുഞ്ഞിനെയും തൂക്കിപ്പിടിച്ച് നടന്നത് മുനീർ സാഹിബിനോടും പ്രതിസന്ധിയുടെ കുറ്റിപ്പുറം കാലത്ത് പതറാതെ കട്ടയ്ക്ക് കൂടെ നിന്ന് പ്രവർത്തിച്ചത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും ചോദിച്ചാൽ മതി. കയറിയ കുന്നുകളും കേട്ട കടലിരമ്പങ്ങളും ഇ.ടി.യും മജീദ് സാഹിബും പറഞ്ഞുതരും. ചാണ്ടിയമ്മനോടും ആര്യാടൻ ഷൌക്കത്തിനോടും ചോദിച്ചോളൂ ഈ അടുത്ത് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഓടിപ്പിടിഞ്ഞതെങ്ങനെയെന്ന്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഒരു ദിവസം മാറ്റിവെക്കാതെ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രവർത്തന മികവില് മുന്നില് തന്നെയുണ്ട് എന്ന ആത്മവിശ്വാസത്തില് തന്നെയാണ് പറയുന്നത്. നിങ്ങളീ പറഞ്ഞ അസൂയയും കുശുമ്പും കൊണ്ട് നടന്നിരുന്നെങ്കില് നിങ്ങൾക്ക് വലുതെന്ന് തോന്നുന്ന പാർലമെന്ററി പദവിയില് കയറിയിരിക്കാന് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്നേ കഴിയുമായിരുന്നു. പാർട്ടി തന്നെയാണ് വലുത്, പ്രസ്ഥാനം തന്നെയാണ് കരുത്ത് എന്ന ബോധ്യം മനസ്സിൽ കൂറിയിട്ടതുകൊണ്ടാണ്. പദവികളുടെയല്ല, ആദർശത്തിന്റെ പിറകിൽ കൂടിയതാണ്. ഈ പറഞ്ഞതൊന്നും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചു വെക്കാനുള്ളതായിരുന്നില്ല. ഒരു പോസ്റ്റിൽ പറഞ്ഞു തീരുന്നതുമല്ല, പറയിപ്പിച്ചതാണ്. നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്ന് ലീഗ് പതാകയും നേതാക്കളുടെ ഫോട്ടോയും ഡിലീറ്റ് ചെയ്യണം. എന്നെ അസഭ്യം പറഞ്ഞതുകൊണ്ടല്ല. നാളെ വേറെ ഏതെങ്കിലും മനുഷ്യരെ ഇതേ ഭാഷയിലും സംസ്കാരത്തിലും നിങ്ങൾ ആക്രമിക്കും. മനുഷ്യരെ അപഹസിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുന്നവർ ലീഗാണോ എന്ന് പൊതുസമൂഹം തെറ്റിദ്ധരിക്കും. എനിക്ക് നിങ്ങളെ മനസ്സിലാവും. എല്ലാവർക്കും അതിന് സാധിച്ചു എന്ന് വരില്ല. നിങ്ങൾക്ക് ആൾ മാറിപ്പോയി. ചീത്ത വിളിച്ചാൽ വിറച്ചുപോകുമെന്ന് കരുതിയോ? നിങ്ങളിനി എന്തൊക്കെ അധിക്ഷേപിച്ചാലും എന്നെ ചേർത്തുവെക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കറിയാം ഞാൻ ആരാണെന്ന്, ഇന്നേവരെ എന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നെന്ന്. ദേഹത്ത് പച്ചപുതക്കുവോളം അതിനിയും തുടരും. എൻ.ബി. വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ എന്റെ പ്രസംഗം തുടങ്ങിയ തന്നെ പാർട്ടി വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ നന്ദിയും ജയിച്ച തഹ്ലിയയ്ക്ക് അഭിനന്ദനവും അറിയിച്ചുകൊണ്ടാണ്. യൂട്യൂബിൽ നോക്കിയാൽ ന്യൂസ് കിട്ടും. FB പോസ്റ്റിനും മുൻപുള്ളത് തന്നെ. കഴിയുമെങ്കിൽ തഹ്ലിയയോട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നോ, അഭിനന്ദനം അറിയിച്ചിരുന്നോ എന്നുകൂടി ചോദിക്കാവുന്നതാണ്.